അങ്ങനെ വെറുതെ ഇരുന്ന ടൈമിൽ ഒരു CS കളിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. കയറി വന്ന ടൈമിൽ ഇതേ ഒരു മലയാളി നമ്മുടെ ടീംമേറ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പം ഞാനൊന്നും നോക്കിയില്ല. അപ്പം തന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡറും കാര്യങ്ങളൊക്കെ ഓണാക്കി എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓണാക്കിയതാണ്. അങ്ങനെ ഞാൻ എന്തായാലും അവൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ അവൻ മൈക്കും കാര്യങ്ങളൊന്നും ഓണാക്കിയിട്ടില്ലായിരുന്നു. ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം അവൻ അറിയത്തുമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സൈഡ് വഴി കറങ്ങിപ്പോയിട്ട് ആ ഒരു എനിമിക്കെട്ട് അടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും നേരെ ഇതുവഴി വന്നപ്പോൾ ഇവിടെ എനിമീനൊന്നും കണ്ടില്ല. പിന്നെ നൈസായിട്ട് ഇവിടെ ചാടി ഇറങ്ങിയപ്പോൾ ഒരുത്തന് ഇതേ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഓടിപ്പോന്നു. നൈസായിട്ട് അവനായിട്ടൊരു വണ്ടാപ്പ് കൊടുത്ത് അങ്ങനെ അവനെ നോക്ക് ചെയ്തു. ഇനി ഒരൊറ്റ ഒരുത്തനോടുള്ളായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു മലയാളിയാണെങ്കിൽ 3 കില്ല് ഹെഡ്ഷോട്ട്. എൻ്റെ മോനെ 3 കില്ല് ഹെഡ്ഷോട്ട് അടിച്ചു. ഫസ്റ്റ് റൗണ്ടിലാണെങ്കിൽ എനിക്ക് കിട്ടിയത് ആകെ ഒരു ഒറ്റ കില്ലാണ്. അപ്പോൾ അത്യാവശ്യം സെറ്റ് പ്ലെയർ തന്നെയാണെന്ന് തോന്നുന്നു. മലയാളി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു നെയിമും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്. ബെസ്റ്റ് കേസും കാര്യങ്ങളൊക്കെ ഈ ഒരു റൗണ്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു മലയാളിയുടെ കളി. അപ്പോൾ അവനാണെങ്കിൽ മൈക്കൊന്നും ഓണാക്കുമായിരുന്നു, സെറ്റായിരുന്നു. പക്ഷേ മൈക്കും കാര്യങ്ങളൊന്നും ഓണാക്കുന്നില്ലായിരുന്നു. ഞാൻ എന്തായാലും ഈ ഒരു റൗണ്ടിൽ നമ്മുടെ MP5 ഒക്കെ മേടിച്ചിട്ട് നേരെ ഫൈറ്റിന് പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ ബാക്കിയുള്ള 2 ടീംമേറ്റ്സും ബംഗാളികൾ തന്നെയാണെന്ന് തോന്നുന്നു. ഇവനെ മാത്രമേ മലയാളിയായിട്ട് തോന്നിയുള്ളൂ. ആ ഒരു പേര് കണ്ടുകൊണ്ട് മാത്രമാണ് അത് തിരിച്ചറിയാൻ തന്നെ പറ്റിയത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു റൗണ്ട് എങ്ങനെയെങ്കിലും എടുക്കണം എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇതേ ഒരു എനിമി നിൽപ്പുണ്ടായിരുന്നു. നൈസായിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് നമ്മുടെ കില്ല് എന്തായാലും പോയിട്ടുണ്ട്. ആരോ ആ ഒരു കില്ല് ഉണ്ടായി. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മലയാളിയാണെങ്കിൽ അവിടെ നോക്കായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോയിട്ട് അവന് റിവൈവ് അടിക്കാൻ പറ്റുമെങ്കിൽ റിവൈവ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് റിവൈവ് അടിക്കുവാണ്. പെൻഡിയിലാണെങ്കിൽ ഗ്ലൂ വാളില്ലായിരുന്നു. ഒരു വിധത്തിൽ അവനെ റിവൈവ് അടിച്ച് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയാണ് 2 പേരൂടെ ഉള്ളായിരുന്നു. നൈസായിട്ട് ഇവിടെ വന്നിട്ട് ഒരു മെഡ്കിറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മെഡ്കിറ്റൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് ആണെങ്കിൽ അവിടെ 2 പേര് നോക്കായിട്ട് കിടക്കുമായിരുന്നു. അവരെ പോയി പൊക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ കയറി ചെന്നിട്ട് ഒരുത്തനെ ഞാൻ നൈസായിട്ട് റിവൈവ് അടിച്ചിട്ടുണ്ട്. മറ്റവന് ഇപ്പം തന്നെ ചാകാറായിട്ട് കിടക്കുമായിരുന്നു. നേരെ പോയിട്ട് അവനെ അങ്ങ് റിവൈവ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒരു ഒറ്റ ഒരുത്തനോടുള്ളായിരുന്നു. അവൻ എവിടെയാണെന്ന് കറക്റ്റ് കണ്ടില്ല. പിന്നെ കിൽ ഫീൽഡ് നോക്കിയപ്പോൾ നമ്മുടെ മലയാളി ഒരു ഹെഡ്ഷോട്ട് അടിച്ച് എഴുതി കാണിച്ചു. അടുത്ത എനിമി എവിടെയാണെന്ന് നോക്കാൻ ചെന്നപ്പോൾ വുഡ്പക്കർ ഇട്ടിട്ട് മലയാളി ഇതേ അടുത്ത കില്ല് ഹെഡ്ഷോട്ട്. എൻ്റെ മോനിമോ വല്ല ഹാക്കറും ആണോ എന്ന് വരെ ഡൗട്ടായി തോന്നി. കാരണം അമ്മാതിരി ലെവലിലായിരുന്നു ഹെഡ്ഷോട്ട് അടിച്ച്. ഈ ഒരു കളിയിൽ 5 കില്ലും കണ്ടാണ് അവൻ എടുത്തിരിക്കുന്നത്. ആ ഒരു 5 കില്ലും കാര്യങ്ങളൊക്കെ ഹെഡ്ഷോട്ട്. ഇപ്പോൾ നമുക്ക് എന്തായാലും പോയി എലിമിനേറ്റ് ആയിട്ട് വല്ല ഇവൻ്റെ കളി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താലോ എന്ന് വരെ തോന്നി. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ സോണിൻ്റെ വെളിയിൽ പോയിട്ട് എലിമിനേറ്റ് ആയിട്ട് അവന്മാരുടെ കളി സ്പെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മലയാളിയാണെങ്കിൽ അവിടെ നോക്കായിട്ട് കിടക്കുന്നു. അപ്പോൾ മലയാളികളെ കളി കാണാനായിട്ടും പറ്റിയില്ല. അവനാണെങ്കിൽ നോക്കാവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ആരെങ്കിലും വന്നിട്ട് ഇവനെ പൊക്കുമോയെന്ന് അറിയത്തില്ല. പൊക്കാനായിട്ട് ഒരുത്തം വന്നപ്പോഴത്തേക്ക് അവൻ മലയാളിയാണെങ്കിൽ കവറിൽ നിന്ന് മാറിപ്പോയിട്ട് വെറുതെ പോയി ചത്തു. ഇപ്പോൾ സീനില്ല. ഇനിയിപ്പോൾ എത്രയാണ് ഒരുത്തനോടേ ഉള്ളൂ. ഈ ഒരു റൗണ്ടിൽ ഇവൻ കളി എടുക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ അടുത്ത കളി നമുക്ക് സെയിം രീതിയിൽ തന്നെ പോയിട്ട് എലിമിനേറ്റ് ആയിട്ട് നമ്മുടെ മലയാളിയുടെ കളി ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവനാണെങ്കിൽ ഇവിടെ നിന്ന് മെഡ്കിറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു എനിമി തൊട്ട് ഫ്രണ്ടിൽ വന്ന് ഇവൻ കണ്ടില്ല എന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഡാമേജ് ഇവൻ അവനിട്ടും കൊടുത്തു. പക്ഷേ ഇവൻ്റെ നെറ്റ് നല്ല രീതിയിൽ സീനാണെന്ന് തോന്നുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കയറി ചെന്നത് ഒരു എനിമിയുടെ 2 എനിമിയുടെ ഫ്രണ്ടിലോട്ടായിരുന്നു. അങ്ങനെ ഇവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ റൗണ്ട് നമുക്ക് സെയിം രീതിയിൽ തന്നെ പോയിട്ട് ജസ്റ്റ് ഒന്ന് എലിമിനേറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മലയാളിയുടെ കളി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു റൗണ്ട് ഞാൻ നേരെ നമ്മുടെ സോണിൻ്റെ വെളിയിൽ പോയിട്ട് എലിമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എലിമിനേറ്റ് ആയി കഴിഞ്ഞ് പെട്ടെന്ന് പോയിട്ട് നമ്മുടെ മലയാളിയുടെ കളി സ്പെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയ ടൈമിൽ നമ്മുടെ മലയാളിയാണെങ്കിൽ വുഡ്പക്കറൊക്കെ പിടിച്ചുകൊണ്ട് നേരെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്ന് സ്കോപ്പൊക്കെ ചെയ്തിട്ട് അടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും എനിമി ഇല്ലായിരുന്നു. അതാണ് ട്വിസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കളി വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഇവൻ ഇവിടെ വന്ന് നിന്നു. പിന്നെ നേരെ ഈ തൊട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് നേരെ മുകളിലോട്ട് നോക്കിയിട്ട് ഒറ്റ വെടി. എവിടെ നിന്നാണ് അടിച്ചതെന്ന് മനസ്സിലായില്ല. എങ്ങനെയാണ് ആ ഒരു ഷോട്ട് കൊണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ആൾ പക്ക ഒരു ഹാക്കർ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഞാനവിടെ എനിമിനെ പോലും കണ്ടില്ല. അവൻ എവിടെ നിന്ന് എങ്ങനെയാണ് ആ ഒരു ഹെഡ് ഷോട്ട് അടിച്ചതെന്നാണ് മനസ്സിലാകാത്തത്. അങ്ങനെ നമ്മൾ ടീമേറ്റ് വന്ന് ഇവനെ റിവ്യൂ അടിച്ച് വിട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളിയാണെങ്കിൽ അവിടെ നിന്ന് മെഡ്കിറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എത്രയാണ് അപ്പുറത്തെ ടീമിൽ 2 പേരോടെ ഉണ്ട്. അപ്പോൾ അവരെ ഹെഡ് ഷോട്ട് വല്ല അടിക്കുമെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആ ഒരു ഡ്രോപ്പിൻ്റെ ബാക്കിൽ ഇരുന്നിട്ട് ഒരു വേറെ ലെവൽ ഒരു ഹെഡ് ഷോട്ട്. അങ്ങനെ ആ ഒരു കില്ലും ഹെഡ് ഷോട്ടിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയാണ് ഒരുത്തനോടെ ഉള്ളൂ. അപ്പോൾ അവനെ അടിക്കുമെന്നൊക്കെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു എനിമി എവിടെയാണെന്ന് ഇതുവരെ ആരും തന്നെ സ്പോട്ട് ചെയ്തിട്ടില്ല. പിന്നെ നോക്കിയപ്പോൾ ബാക്കിലായിട്ട് നിൽക്കുന്നു. ആ ഒരു കില്ല് പോയി. പക്ഷേ ആൾ പക്ക ഒരു ഹാക്കർ തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഒരു കളി കണ്ടിട്ട് എനിക്ക് ഹാക്കറാണെന്നാണ് തോന്നുന്നത്. കാരണം സ്പെക്കിലിരുന്ന ടൈമിൽ എനിമീനെ കാണാതെ എനിമിയുടെ തലക്കെട്ടടിച്ചൊക്കെ വിടുന്നു. എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല. നമുക്ക് ഈ ഒരു റൗണ്ട് സെയിം രീതിയിൽ തന്നെ സ്പെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഈ ഒരു റൗണ്ട് ഞാൻ നേരെ പോയിട്ട് എലിമിനേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മലയാളിയുടെ കളി സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടപ്പുറയായിട്ട് ഒരുത്തനായിട്ട് ഒരു എനിമി ഉണ്ടെങ്കിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അവനെ അടിക്കില്ല എന്നൊക്കെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനാണെങ്കിൽ ആ ഒരു
വേലിയുടെ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ ടൈമിൽ നമ്മുടെ ഹാക്കർ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ മലയാളി ഹാക്കർ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് സ്കോപ്പ് ഔട്ട് ചെയ്ത് അടിക്കാനായിട്ട് തുടങ്ങി. പെട്ടെന്ന് നോക്കിയപ്പം എവിടുന്നാണ് കൊണ്ടതെന്ന് മനസ്സിലായില്ല. രണ്ടുപേരെ അവിടെ നോക്കടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെ ഓൾറെഡി നോക്കടിച്ചു. ഇനിയിപ്പോൾ അത്രയാണ്, ആദ്യം അടുത്തവനെ നോക്കടിച്ചു. ഇനി ഒരു ഒറ്റ ഒരുത്തിനോടെ ഉള്ളൂ. അപ്പോൾ അവനെ കൂടെ നോക്കടിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാളി ഈ ഒരു കളിയിൽ അങ്ങ് സ്ക്വാഡ് പോയി പെടുക്കുന്നതായിരിക്കും. നമുക്ക് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പുറയാണെങ്കിൽ ഒരുത്തൻ റിവൈവ് ആയിട്ടുണ്ടായിരുന്നു. ഇവൻ എങ്ങോട്ടാണ് അടിക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അവസാനം നമ്മുടെ മലയാളിക്കിട്ടും നല്ലൊരു ഹെഡ് ഷോട്ട് കിട്ടിയിട്ട് എന്താണെങ്കിലും കില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫീമെയിൽ കേളായിരുന്നു നമ്മുടെ മലയാളീനെ അടിച്ചത്. അപ്പോൾ അത് ഹാക്കറാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഹാക്കർ നമ്മുടെ ടീമിൽ വന്നാൽ എനിമി ടീമിൽ ഹാക്കേഴ്സ് വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഹാക്കറാണോ എന്ന് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു ക്ലോക്ക് ടവറിലെ റൗണ്ട് എന്താവും നമുക്ക് നോക്കാം. അങ്ങനെ ഈ ഒരു റൗണ്ട് ഞാൻ പോയിട്ട് എലിമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാക്കറിനെ സ്പെക്ക് ചെയ്ത ടൈമിൽ ഹാക്കറാണെങ്കിൽ ഈ ഒരു സൈഡ് വഴി കറങ്ങി ഓടിയിട്ട് ഈ ഒരു ഭാഗത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിൽ കൂടെ പോയിട്ടുള്ള അടിക്കാനായിട്ട് നോക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഹാക്കറിൻ്റെ ലൊക്കേഷൻ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്ത് ഹാക്കാണ്, ഹെഡ് ഷോട്ട് മാത്രം ഉള്ളതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഹാക്കർ നേരെ കയറി വന്ന് തൊട്ട് ഫ്രണ്ടിൽ കണ്ട ആ ഒരു എനിമി കിട്ടതേ ഒരൊറ്റ ഹെഡ് ഷോട്ട്. അതിനുശേഷം നേരെ മുകളിലോട്ട് കയറുന്നുണ്ടായിരുന്നു. നോക്കിയപ്പം അവിടെ എനിമീനെ ഞാൻ കണ്ടില്ല, പക്ഷേ ഹാക്കർ കണ്ടു. മതിലിൻ്റെ അകത്തൂടെയാണ് അടിച്ചതെന്ന് തോന്നുന്നു. ഇതേ അടുത്തവനെ നോക്കും, 3 പേരെയാണ് നോക്കിയിട്ടേക്കുന്നത്. ഇനി ഒരൊറ്റ ഒരുത്തനോടുള്ളൂ. അപ്പോൾ ഇതേ വീണ്ടും നോക്കടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. ഓട്ടോ റിവ്യൂ അടിച്ച് വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണല്ലോ അപ്പുറത്തെ ടീമിൽ ഇനി ഒറ്റ ഒരുത്തനോടുള്ളായിരുന്നു. അപ്പോൾ അവനെയും കൂടെ എടുക്കാനായിട്ട് ഹാക്കറിന് പറ്റിയില്ല. ആ ഒരു സമയം കൊണ്ട് ഹാക്കറിനെ ആ ഒരു പ്ലെയർ നൈസായിട്ട് അങ്ങ് അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിൽ ഇനി 2 പേരുണ്ടായിരുന്നു. ഒരുത്തനാണെങ്കിൽ താഴെ ഇരുന്ന് സർവൈവ്, മറ്റവനാണെങ്കിൽ തൊട്ട് മുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാണെങ്കിൽ ആ ഒരു കളി ഫിനിഷ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 പേര് ഇപ്പോഴും നോക്കായി തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ ഒരു കില്ല് ഹാക്കറിന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 പേര് ബാക്കി നോക്കായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് അവർ പൊക്കിയെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ റിവ്യൂ ചെയ്തു. നമ്മുടെ ഹാക്കറിൻ്റെ കില്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇനി എന്തെങ്കിലും ചെയ്യുമോ നോക്കാമെന്ന് വിചാരിച്ചു. ഇവനാണെങ്കിൽ M18 പിടിച്ചുകൊണ്ട് നൈസായിട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു എനിമി ഇവൻ്റെ അടുത്തോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. നൈസായിട്ട് ഇവൻ ചാടി M18 വെച്ച് അടിക്കാനായിട്ട് നോക്കി. പക്ഷേ ആ ഒരു സമയം കൊണ്ട് ആ ഒരു പ്ലെയർ അടിച്ച് കൊന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഡെഡ് പോൾ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ കൂടെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവൻ്റെ കളി നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആരോ ചെന്ന് നൈസായിട്ട് അവനിട്ട് ഒരു ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഹെഡ് ഷോട്ട് എല്ലാവരും തന്നെ ഹാക്കേഴ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു റൗണ്ട് ഇനി എന്താവും നോക്കാം. 3-3 ഈ ഒരു ഒറ്റ റൗണ്ട് കൂടി ഇനിയുള്ളൂ. നൈസായിട്ട് നമുക്ക് ഈ ഒരു റൗണ്ടിൽ ആരെടുക്കും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു റൗണ്ട് ഞാൻ പോയിട്ട് എലിമിനേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഹാക്കറിൻ്റെ കളി നോക്കാമെന്ന് വിചാരിച്ചു. ഹാക്കറാണെങ്കിൽ ആ ഒരു മതിലിൻ്റെ ബാക്കിൽ നിൽക്കുന്ന എനിമിക്കിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് അടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിമി ഒരുത്തനാണെങ്കിൽ അവിടെ നോക്കായിരുന്നു. ആരാ നോക്കടിച്ചതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് കളി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ അവിടെ പോയിട്ട് ഒരുത്തൻ നോക്കായിരുന്നു. അതിനുശേഷം ഹാക്കറാണെങ്കിൽ ഒരു 305 ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് ഒരു പ്ലെയറിനെ അവിടെ നോക്കാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ മലയാളി ഹാക്കറാണെങ്കിൽ ഇനി 2 പേരെയും കൂടെ അടിച്ചാൽ മതി. നോക്കിയപ്പോൾ അടുത്തവനോട്ട് അടിക്കാനായിട്ട് സ്കോപ്പ് ഔട്ട് ചെയ്ത് അടിക്കുന്നുണ്ട്. ലാസ്റ്റ് അവനെ നോക്കാക്കി. ഇനിയിപ്പോൾ എത്രയാണ്, 2 പേരൂടെ ഉള്ളൂ. നമുക്ക് എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു അവരെയും കൂടെ അടിക്കുമോയെന്ന്. അപ്പോൾ കുറേ നേരം അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ടൈം എന്നിട്ട് അപ്പുറത്തോട്ട് മാറിപ്പോയി. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ അവിടെ നോക്കായിട്ടുണ്ടായിരുന്നു. ഹാക്കറിൻ്റെ കില്ല് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്രയാണ്, അപ്പുറത്തെ ടീമിൽ 2 പേരൂടെ ഉള്ളൂ. അപ്പോൾ അവർ 2 പേരെയും കൂടെ അടിക്കുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഹാക്കർ നൈസായിട്ട് ഈ ഒരു സൈഡ് വഴി കറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് അടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിമിനെ സ്പോട്ട് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ ഒരുത്തൻ തൊട്ട് ഫ്രണ്ടിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. നൈസായിട്ട് അവനെ അടിച്ചങ്ങ് നോക്ക് ചെയ്തു. അതിനുശേഷം അവൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു സൈഡിൽ നിന്ന് എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നൈസായിട്ട് അവനിട്ട് ഒരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹാക്കർ വേറെ ലെവലായിട്ട് തന്നെ ഈ ഒരു മാച്ചങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ പക്ക ഹാക്കറാണ്. മലയാളിയിടാന്നൊക്കെ പേരിട്ടുകൊണ്ട് വന്നേക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവനൊരു ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ അയച്ചിട്ട് ഇവനെ ഫ്രണ്ടാക്കിയിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ വിടാമെന്നും കൊണ്ട് ഞാൻ നൈസായിട്ട് ഇവിടുന്ന് തന്നെ ആ ഒരു ഹാക്കറിന് ഫ്രണ്ട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. സ്കില്ലഡ് പ്ലെയറൊന്നും അല്ല. ആ ഒരു കളി കണ്ടറിയാൻ പക്ക ഹാക്കർ തന്നെയാണെന്ന്. ഞാൻ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. 7000 ഡാമേജാണ് അവൻ എടുത്തത്. പെട്ടെന്ന് തന്നെ പോയിട്ട് നമുക്ക് അവൻ ഇൻവൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. റീസെൻറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയ ടൈമിൽ അതിൽ കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട് റിക്വസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലാണെങ്കിൽ ആ ഒരു മലയാളിയുടെ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ കിടപ്പുണ്ടായിരുന്നു. നൈസായിട്ട് അവനെ ഇൻവൈറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഹായ് എന്നാണ് അയച്ചത്. അപ്പോൾ അവൻ്റെ റിപ്ലൈ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തെങ്കിലും റിപ്ലൈയും കാര്യങ്ങളൊന്നും തരുമോയെന്ന് അറിയത്തില്ല. ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിച്ച് നോക്കി. പക്ഷെ അവനാണെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ലായിരുന്നു. പിന്നെ ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ ഇവ ചോദിക്കേണ്ടത്, വല്ല മലയാളിയാണോ എന്ന് വല്ലതും ചോദിച്ചാലോ എന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ എന്തായാലും മലയാളി അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. അപ്പോൾ ആൾ മലയാളി തന്നെയാണ്. എന്താണ് അതിന് ശേഷം എന്താണ് ജസ്റ്റ് ഹാക്കർ അല്ലേ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അതും ചോദിച്ചിട്ടുണ്ട്. ഹാക്കറാണെന്ന് കൺഫേം ആണ്. ആ ഒരു ഗെയിം പ്ലേ കണ്ടാൽ ആർക്കും മനസ്സിലാവാതെ ഹാക്കറാണെന്ന്. അപ്പോൾ നമുക്ക് ഞാൻ എന്താണല്ലോ ഹാക്കർ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ റിപ്ലൈ വന്നു യെസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആൾ പക്ക ഹാക്കർ തന്നെയാണ്. പിന്നെ എന്താണ് ഈ ഒരു ഹാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവനാണെങ്കിൽ അയിനെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പോഴത്തേക്കും നൈസായിട്ട് എന്താണെങ്കിലും ജസ്റ്റ് ഈ ഒരു കലിപ്പിൻ്റെ ഇമോജി ഇട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അയിനെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു ഹാക്ക് യൂസ് ചെയ്ത് വന്ന് ഗെയിം പ്ലേ കളിച്ചിട്ട് അയിനെന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്നു. അപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒരു വെല്ലുവിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 1 vs 1 കം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്. അവൻ വരുമോയെന്നൊന്നും അറിയത്തില്ല. വരുവാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു കണ്ടൻറ്റ് പോയി നമ്മളെ ഹാക്കറായിട്ട് കളിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഒന്ന് പോയേടാ ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവൻ അയച്ചുകൊണ്ടിരുന്നത്. വീണ്ടും ഞാൻ കം 1 vs 1 noob എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. അവനെ ജസ്റ്റ് വാശി കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ടൈമിൽ അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിനി റൂം ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഹാക്കറായിട്ട് ഒരു 1 vs 1 കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും അവനെ അടിച്ചിടണം. അവൻ്റെ ആ ഒരു ജസ്റ്റ് കിഴപ്പ് നമുക്കങ്ങ് തീർത്ത് കൊടുക്കണം. അപ്പോൾ ഹാക്കർ ആയതുകൊണ്ട് തന്നെ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഒരു റൂം കാർഡൊക്കെ മേടിച്ചിട്ട് നേരെ ഈ ഒരു ഹാക്കറായിട്ട് കളിക്കാനായിട്ട് പോവാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം വീഡിയോ നല്ല രീതിയിൽ ലെങ്ത് ആയി പോകും. അപ്പം നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് ആ ഒരു ഹാക്കറായിട്ട് കളിക്കുന്ന 1 vs 1 ഞാൻ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും വരണം. എങ്ങനെയെങ്കിലും നമുക്ക് അവനെ അടിച്ചിടാനായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം ഇതിലും വേറെ ലെവലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.